സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ അതന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കൊല്ലം ഖത്തം തീർത്തോല പലരും. ഈ കൊല്ലാണ് പിന്നെ ഖുർആൻ ഓതിയത്. കഴിഞ്ഞ ദിവസം ഒരാൾ, 2-3 ദിവസം മുമ്പ് എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ എൻ്റെ അടുത്ത് കുറച്ച് മുസഹഫ് ഉണ്ട്, ആ മുസഹഫ് നിങ്ങളെ പള്ളികൾക്ക് എത്രണ്ണം ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു 10 തന്നാളായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ പോയതായാലും മുസാഹിഫൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പരപ്പനങ്ങാടിയിൽ ആ പള്ളിക്ക് 10 മുസാഹിഫ് കൊണ്ടുപോയി കൊടുത്ത് ചൊവ്വാഴ്ചത്തെ അവിടെ ക്ലാസ്സിൽ പറഞ്ഞത് 10 മുസാഹിഫ് ഇവിടെ കൊടുന്ന് വെച്ചിരിക്കണം. ഈ മുസാഹിഫ് ഇവിടുന്ന് അനക്കാൻ പാടില്ല പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി ചിരിക്കുക. എന്താ അനക്കാൻ പാടില്ല പറഞ്ഞു? ഈ മുസാഹിഫ് എടുത്ത് നിങ്ങളെല്ലാവരും ഓതണം. അനക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ അനക്കും. അങ്ങനെയുള്ള പൊതുവെ മനുഷ്യന് അത് തിന്നാൻ പാടില്ല പറഞ്ഞാൽ എന്താ ഇപ്പോൾ തിന്നിട്ട് മനുഷ്യൻ്റെ മൈൻഡ് അങ്ങനെ. പടച്ചോനെ അങ്ങോട്ട് നോക്കാൻ പാടില്ല പറഞ്ഞു. എന്താ ഇപ്പോൾ നോക്കിയിട്ട് മനുഷ്യൻ. അപ്പം നമ്മളെന്താക്കുക, ഖുർആനൊക്കെ നല്ലോണം ഓതുക. നല്ല ഖുർആൻ ഓതുക. ഓതാൻ അറിയൂലേ, ഓത്ത് കേൾക്കുക. ആരെങ്കിലും ഓതുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓത്ത് കേൾക്കുക. അല്ലെങ്കിൽ ടൈപ്പ് റിക്കാർഡിലൊക്കെ ഇങ്ങനെ, ടൈപ്പ് റിക്കാർഡിൽ ഇപ്പോൾ ഇല്ല സാധനം അല്ലേ, യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഖുർആൻ കേട്ടോളി. നിങ്ങൾ ഖുർആൻ കേട്ടോളി. പക്ഷെ അടിയിൽ വേറെ എന്തെങ്കിലും കാണുമ്പോൾ ഖുർആൻ വന്ന് ദീക്കൽ ചാടാഞ്ഞാൽ മതി. ഖുർആൻ കേട്ട് അങ്ങനെ കഴിയുക, അത് വലിയ ഭാഗ്യം. ശാരീരിക ശുദ്ധിയില്ലാത്ത മെൻസസ് പീരീഡിലുള്ള പെണ്ണ്, ഗർഭിണിയായി കിടക്കുന്ന പെണ്ണ്, ഇമാം നവവി റളിയല്ലാഹു അൻഹു നിരീക്ഷിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് അവൾക്ക് ഓതാൻ പാടില്ലല്ലോ ആ നേരത്ത്, ജനാപത്തുകാരന് ഓതാൻ പാടില്ല. എന്നാലും അവരെന്താക്കിക്കോട്ടെ, കേട്ടോട്ടെ. അല്ലെങ്കിൽ മുസാഹിഫിക്ക് നോക്കിക്കോട്ടെ. മുസാഹിഫിക്ക് നോക്കുക എന്നുള്ളത് കൂലിയുള്ള കാര്യമാണ്. മുസാഹിഫിക്ക് നോക്കുക എന്നുള്ളത് കൂലിയുള്ള കാര്യമാണ്. ഖുർആൻ ഇങ്ങനെ തുറന്ന് എത്തപ്പത് ഇങ്ങനെ നോക്കിയാൽ കൂലിയാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബ നോക്കി ഇങ്ങനെ ഇരുന്നാ കൂലിയ. ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിന്നാ കൂലിയ. പാപ്പാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിന്നാ കൂലിയ. ഭർത്താവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിന്നാ കൂലിയ. ഭാര്യന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിന്നാ കൂലിയാണ്. ഇങ്ങനെ കുറേ കൂലി കിട്ടുന്ന, നോട്ടം കൊണ്ട് കൂലി കിട്ടുന്നുണ്ട്, അതേസമയം നോട്ടം കൊണ്ട് കുറ്റം കിട്ടുന്നതുകൊണ്ട്. അതിമൊക്കെ നമ്മൾ പോയിട്ടുള്ളൂ. അള്ളാഹു മാപ്പ് നൽകുമാറാവട്ടെ, അള്ളാഹു മാപ്പ് നൽകുമാറാവട്ടെ. പെരീസ് എന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് പോയി കൊണ്ട് അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക. എന്തേണ്ടി ഇപ്പം എനിക്ക് ഒന്നുമില്ല, നിങ്ങളെ നോക്കി എന്നാ കൂലുണ്ട് എന്നാണ് ഇതിപ്പോൾ മൗലവി പറഞ്ഞത്. ഉമ്മാൻ്റെ കണ്ണ് നിറയും, ഉമ്മാൻ്റെ കണ്ണ് നിറയും. നമ്മൾ പലരുടെയും ഉമ്മമാര് ജീവിച്ചിരിക്കില്ല. അള്ളാഹു അവരെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അപ്പോൾ നല്ല നിലക്ക് ഖുർആൻ ഓതുക. ഓതാൻ കഴിയാത്തവർ, ഇവിടെ ഞാൻ പറയുന്നു, ചിലർക്ക് ഓത്തറിയാത്തവരുണ്ടാവും, നോക്കിയിട്ടും ഓതാൻ കഴിയുന്നില്ല. അത്രത്തോളം കണ്ട് പഠിച്ചിട്ടില്ല, പിന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധ കിട്ടിയിട്ടുമില്ല. അങ്ങനെയുള്ളവരുണ്ടാവും. ഓതിക്കോളി നിങ്ങൾ അറിയുന്ന സൂറത്തുകളൊക്കെ. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് റമളാൻ തീരുന്നതിന്റെ ഇടയ്ക്ക് 1,00,000 തവണ നിങ്ങൾക്ക് ഓതാൻ കഴിയോ? 1,00,000 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് റമളാൻ കഴിയുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഓതിക്കോളൂ. ഒരു ദിവസം തന്നെ ഓതണം എന്നല്ല, ഒരു ദിവസം ഓതിയത് അല്ലെങ്കിൽ ഒരു നേരം ഓതിയത് കലണ്ടറിൽ ഇങ്ങനെ പാലിന്റെ കണക്ക് എഴുതിക്കുമല്ലോ, അതേപോലെ അങ്ങനെ എഴുതിക്കുക ഇന്ന് ഇത്ര ആയി എന്നുള്ളത്. റമളാൻ തീരുമ്പോഴേക്ക് 1,00,000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതി തീർത്തു കഴിഞ്ഞാൽ ഇതാഖത്തുൽ കുബ്റ, വലിയ മോചനമാണത്. പരലോകത്ത് എല്ലാ നിലക്കുള്ള രക്ഷ കിട്ടാനത് കാരണമാകും. അല്ലാഹു ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് ഓതാൻ അറിയുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ. അറിയുന്നവർ ഇഷ്ടംപോലെ ഖത്മ് തീർക്കുക. ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു മറ്റും ഇമാമിയങ്ങൾ അവരൊക്കെ എത്രയാണ് ഖുർആൻ ഓതിയത്. ഒരു ദിവസം തന്നെ 2 ഖത്തം തീർക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. അല്ലാഹുവേ, ഓതുന്നത് ചിലപ്പോൾ ചിലർക്ക് അലർജി ആയി തോന്നും. ബഹുമാനപ്പെട്ട ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ അദബുൽ മുഫ്രദിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു ദിവസം നല്ല മനുഷ്യന്മാർ, കുറച്ച് ആളുകൾ ഇങ്ങനെ ഒരു ഖബർസ്ഥാന്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ആ ഖബർസ്ഥാനിൽ നിന്ന് ഒരലർച്ച കേൾക്കുന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോ ഒരു ഖബറിൽ നിന്ന് ഒരു രൂപം പുറത്തേക്ക് ഇങ്ങനെ വരുന്നു. കഴുതയുടെ മുഖമാണ്, ഒരു കഴുതയുടെ കോലമാണ് കാണുന്നത്.
ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദം കഴുതയുടേതാണെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു കഴുതയുടെ അലർച്ച കേൾക്കുന്നു, ഒരു കഴുതന്റെ കോലം കാണുന്നു. പിന്നെ അത് കബറുക്കന്നാണ്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇവർക്ക് വലിയ അത്ഭുതം. എന്താ പൊതു പഠിച്ചോനെ, ആരോടൊപ്പത് ചോദിക്കാൻ? ഈ നാട്ടുകാരല്ലല്ലേ നമ്മള്. പരിസരത്ത് കണ്ട ഒരു വീട്ടിന്റെ അരികിൽ നിൽക്കുന്ന ഒരാളോട് ചോദിക്കുന്നു, എന്താണ് ഈ അത്ഭുതം? നിങ്ങളിത് കണ്ടോ? ഇത് മുമ്പ് കണ്ടിട്ടുണ്ടോ? ആ വീട്ടുകാര് പറയുന്നു, ഇത് ഞങ്ങൾ കുറേയായി കാണാൻ തുടങ്ങിയിട്ട്. ഇടക്കിങ്ങനെ ഖബറിൽ നിന്ന് അലറി വരും ഒരു കഴുത, വീണ്ടും ഉള്ളിലേക്ക് അങ്ങ് പോകും. ഞങ്ങൾക്കറിയില്ല. ഇതിന്റെ പൊരുള് കൂടുതൽ അറിയണമെങ്കിൽ അതാ ആ കാണുന്ന വീട്ടുകാരോട് ചോദിക്കാ. അകലെയുള്ള ഒരു വീട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. ഈ മഹാന്മാര് ആ വീട് വരെ പോകുന്നു. അവിടെ ചെന്നപ്പോ ഒരു വയസ്സായ ഉമ്മയുണ്ട്. ആ ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മാ, ഞങ്ങളിപ്പോ പള്ളിപ്പറമ്പെന്നാ വരുന്നത്, ഖബർസ്ഥാനിൽ നിന്നാ വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു അത്ഭുതം കണ്ടു. അതിന്റെ നിജസ്ഥിതി പരിസരത്തുള്ളവരോട് ചോദിച്ചപ്പോ നിങ്ങളോട് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെയാണ് ഇവിടം വരെ വന്നത്. അതെന്താണ് സംഭവം? ആ ഉമ്മ കരയാൻ തുടങ്ങി. മക്കളെ, ആ ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്ന് നിങ്ങളാ കണ്ട രൂപമുണ്ടല്ലോ, ആ ഖബറിന്റെ ഉടമ എൻ്റെ മകനാണ്. എൻ്റെ മോന്റെ ഖബറാണത്, എൻ്റെ മകന്റെ ഖബറാണ്. ഞാൻ ഒരു ദിവസം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേൾക്കണം, നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഖുർആനെ നിന്ദിക്കാൻ പാടില്ല, ഖുർആനെ നിസ്സാരപ്പെടുത്താൻ പാടില്ല. ചിലരൊക്കെ ഉണ്ട്, വെള്ളിയാഴ്ച ആൾക്കാർ ഓതാൻ വന്നാൽ അല്ലെങ്കിൽ പള്ളിക്കൊക്കെ വന്നാൽ മുസാഹിബ് പിടുത്തുങ്ങാണ്ട് ഇങ്ങനെ ഒരു പിടുത്തവും ആ മുസാഹിബ് ഇങ്ങനെ കുത്തി പിടിച്ച് അവിടെ ഇരുത്തവും ഒക്കെ അതപകേടാണ്. മുസഹഫ് എപ്പോഴും ഉയർത്തി പിടിക്കണം. മുസഹഫിനോടുള്ള ആ അദബ് നമ്മൾ പാലിക്കണം. അങ്ങനെ ഈ ഉമ്മ പറയാണ്, എൻ്റെ മകനാണവൻ. ഞാനൊരു ദിവസം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ എൻ്റെ മകന് കയറി വന്നു. എന്നോട് പറഞ്ഞു, നിങ്ങൾ ഓത്തൊന്ന് നിർത്തുവോ, നിങ്ങളൊന്നും ഓത്തു നിർത്തുവോ? അവൻ എൻ്റെ ഓത്ത് രസിച്ചില്ല. ഞാൻ പറഞ്ഞു, ഞാൻ നിർത്തൂല മോനെ, ഇത് അള്ളാന്റെ കലാമല്ലേ, ഖുർആനല്ല ഞാൻ ഓതുന്നത്. ആ മകൻ എന്നോട് വീണ്ടും കയർത്തു, നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്കോ. ഞാൻ മിണ്ടും, ഞാൻ ഖുർആൻ ഓതും. എൻ്റെ മകൻ എന്നോട് പിന്നെ പറഞ്ഞത്, സൗത്തുക്കി സൗത്തു ഹിമാർ, നിങ്ങളൊരു കൈതയെ പോലെയാണല്ലോ ഈ ഒച്ച വെക്കുന്നത്, ഒന്ന് നിർത്തുമോ എന്ന് എൻ്റെ മകൻ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാനല്ലടാ കഴുത, നീയാണ് കഴുത എന്ന് ഞാൻ എൻ്റെ മകനോട് പ്രതികരിച്ചു. എൻ്റെ മകൻ അന്ന് രാത്രി തന്നെ മരണപ്പെട്ടു. മരിച്ച ശേഷം അവന്റെ ഖബറിൽ വെച്ചതിന് ശേഷം ഈ ഒരു പ്രതിഭാസം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ സംഭവം പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, നിങ്ങളൊരു ഉമ്മയെ വെറുപ്പിച്ചു, അതോടൊപ്പം ഖുർആനെ നിന്ദിച്ചു. ഖുർആൻ ഓതുന്ന ഉമ്മയുടെ ശബ്ദം കഴുതയുടെ രാഗമാണെന്ന് പറഞ്ഞു. പലപ്പോഴും നമുക്കൊക്കെ നീരസം തോന്നാറുണ്ട്. ഖുർആനേക്കാൾ മറ്റുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സംഗീതത്തിന് സ്ഥാനം കൊടുക്കാറുണ്ട്. ഈമാന്റെ കുറവാട് കേട്ടോ. അതുകൊണ്ട് പരിശുദ്ധമായ റമളാന് അഡ്രസ് ഉണ്ടാക്കുന്നത് ഖുർആനാണ്. ഖുർആന്റെ അഡ്രസ് റമളാനാണ്. ഈ വിശുദ്ധമായ റമളാൻ ഷരീഫില് നല്ലോണം അങ്ങ് ഖുർആൻ ഓതുക, ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുക. റമളാന്റെ എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ ഇൻഷാ അല്ലാഹ് ഖുർആൻ ആശയ പഠനത്തിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോ അത് നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.
ഖുർആൻ കേൾക്കുക എന്നത് ശത്രുക്കൾക്ക് പ്രയാസം ആയിരുന്നു പണ്ട് തന്നെ. അവർ പലരും കാതില് പഞ്ഞി വെച്ച് നടന്നവരായിരുന്നു. പക്ഷേ പഞ്ഞിയെ ഭേദിച്ചുകൊണ്ട് ഖുർആന്റെ വചനങ്ങൾ ഉള്ളില് കയറിയപ്പോ പിന്നെ ഖുർആന്റെ ആളുകളായി മാറി തീർന്ന ബഹുമാനപ്പെട്ട തുഫൈൽ ഇബ്നു അംറുനി ദൗസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓ പ്രിയപ്പെട്ടവരെ, ഖുർആൻ കേട്ട് ഹൃദയത്തിലേക്ക് ഖുർആന്റെ വചനങ്ങൾ അങ്ങോട്ട് ഇറങ്ങേണ്ടതുപോലെ ഇറങ്ങിയിട്ടാണല്ലോ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നത്. നമ്മളെ നന്നാക്കാനും ഖുർആൻ മതി, നമ്മെ രക്ഷപ്പെടുത്താൻ ഖുർആൻ മതി. അതുകൊണ്ട് ഈ റമദാൻ തുടങ്ങി ഇന്ന് 2 ഇന്നലെ നമ്മൾ എത്ര ജുസ് ഓതി? മിനിമം 1 ജുസ് എങ്കിലും ഓതണമായിരുന്നു. ഇന്നും 1 ഓതണമായിരുന്നു. അതിനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല, ഞാനതിന് സമയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറുകയാണ്. നമുക്കെത്ര സമയമുണ്ട്? കൂടുതൽ സമയവും നമ്മൾ അല്ലാഹ് പൊരുത്തപ്പെടാത്ത വഴിയിലാണ്. റബ്ബ് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ഈ റമദാനായിട്ട് പോലും ഖുർആനെ മൈൻഡ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത സങ്കടമാണ്. ആലോചിച്ചു നോക്കൂ, നിങ്ങളെ വീട്ടിലൊരു വല്യമ്മണ്ടായിരുന്നു, നിങ്ങൾക്കൊരു വല്യപ്പണ്ടായിരുന്നു. അവരൊക്കെ ഖുർആനെ ബഹുമാനിച്ച ആ പഴയ കാലത്തെ അനുഭവം എന്ന് നോക്കൂ. എനിക്ക് എൻ്റെ വല്യമ്മാൻ്റെ ജീവിതം എപ്പോഴും ഖുർആൻ എടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരും. എൻ്റെ വല്യമ്മാൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മുസ്ഹഫ്, ആ മുസ്ഹഫിനുണ്ടായിരുന്ന ഒരു കവറ്, ആ കവർ ഇങ്ങനെ ത്രികോണത്തിലായിരിക്കും. ആ കവറിനുണ്ടായിരുന്ന ഒരു കയറ്, ഇതൊക്കെ നമ്മളെ വീട്ടിൽ പഴയ കാലത്തുണ്ടായിരുന്നു. ഒരു നീണ്ട കയറുള്ള ഒരു കവറ്, ആ കവറിൽ മുസ്ഹഫ് ഇട്ടിട്ട് ആ മുസ്ഹഫ് ഉയരത്തിലാണ് അവര് വെക്കുക. ഇന്നിപ്പോ എല്ലാം ഓരോരുത്താണ്. ഖുർആനുള്ളതും നമ്മളെ മൊബൈലുള്ളതും വേറെയുള്ള സാധനമുള്ളതും ഒക്കെ ഒരേ സ്റ്റാൻഡുമേല്. ഒരാ അതബ് കേടാണ്. ആ വല്യമ്മ ഉയരത്തിൽ നിന്ന് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ആ മുസ്ഹഫ് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ബിസ്മി ചൊല്ലിയിട്ട് എടുക്കുക. എന്നിട്ട് ആ മുസ്ഹഫ് എടുത്തിട്ടൊന്ന് ചുംബിക്കുകയാണ്. ഇതിൻ്റെ വല്യമ്മാൻ്റെ ജീവിതം ഞാൻ കണ്ടത്. ഞങ്ങളൊക്കെ നിങ്ങളെ പരിന്ന് ഇതേപോലെ നമ്മളെ പഴമക്കാരത് കണ്ടിട്ടുണ്ടാകും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ആ മുസ്ഹഫ് ഇങ്ങനെ കവറിൻ്റെ കെട്ടഴിച്ചിട്ട് കവർ ഇങ്ങനെ ഊരിയെടുത്തിട്ട് ആ കവറാണ്ട് വലിച്ചെറിയില്ല. അതും അതബോട് കൂടെ ഒന്ന് ചുംബിച്ചിട്ട് മാറ്റി വെക്കും. എന്നിട്ട് ഖുർആൻ തുറക്കും, തുറന്നിട്ടൊന്ന് ചുംബിക്കും. എന്നിട്ട് അവർ ഓതുന്നു, ഓത്ത് കഴിഞ്ഞിട്ടും ചുംബിക്കുന്നു, മടക്കിയിട്ട് കവറിലേക്ക് വെക്കുന്നു, അതിൻ്റെ കയറുകൊണ്ട് കെട്ടുന്നു, വീണ്ടും ചുംബിക്കുന്നു, എടുത്തു വെക്കുന്നു. എത്ര ബഹുമാനമാണ്, എത്ര ബഹുമാനമാണ്! അല്ലാഹു തആല അതുകൊണ്ടൊക്കെ അവരുടെ ആഖിറത്തിൽ സന്തോഷം കൊടുക്കും. റബ്ബ് ബഹുമാനിച്ചതിനോട് ബഹുമാനമില്ലാതെയായാൽ നമുക്ക് പരാജയമാകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പരിശുദ്ധമായ റമദാനിൽ അല്ലാഹു തആല നമുക്ക് തന്ന ഈ തൗഫീഖ്, ഇത് ഇൻഷാ അല്ലാഹ് ശരിക്കും ഉപയോഗപ്പെടുത്തി ഈ റമദാൻ നമ്മെ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ റബ്ബിന്റെ മുമ്പിൽ സാക്ഷി പറയുന്ന കോലത്തിലാക്കിയെടുക്കാൻ നമ്മളൊക്കെ തയ്യാറാകണം. തറാവീഹ് നിസ്കാരം, സ്വതക്കയുടെ കാര്യം, അതുപോലെ തന്നെ ഖുർആൻ പാരായണം, മറ്റ് സുന്നത്ത് നിസ്കാരങ്ങൾ, അങ്ങനെ എല്ലാം നടക്കും ഇൻഷാ അല്ലാഹ്. റമദാനെ സമ്പൂർണമായി സംതൃപ്തരാക്കാൻ അല്ലാഹുവേ, പാപികളായ ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാൻ. ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് കൂടിയത് നിന്റെ പള്ളിയിലാണ്. പടച്ചോനെ, ഞങ്ങളൊക്കെ മോശപ്പെട്ടവരാണ്. നീ അഫ്വ ചെയ്യുന്ന റബ്ബാണല്ലോ അല്ലാഹ്. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം റഹ്മാനെ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഈ ഉമ്മത്തിനെ നീ വല്ലാതെ അനുഗ്രഹിക്കുന്ന സമയത്തിലാണ് ഞങ്ങളുള്ളത്. നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണം അല്ലാഹ്. ഞങ്ങളെ ആരോഗ്യത്തിൽ, ഞങ്ങളെ സമ്പാദ്യത്തിൽ,
ഞങ്ങളെ കച്ചവടത്തിൽ, ജോലിയിൽ, മക്കളിൽ, കുടുംബത്തിലും ഒക്കെ നീ ബറക്കത്ത് ചൊരിയണം റഹ്മാന്. റഹ്മത്ത് നൽകണം അല്ലാ. പടച്ചോനെ, ഞങ്ങളെ ദീനിയായ വിഷയങ്ങളിലും ഞങ്ങളെ ദുന്യവിയായ കാര്യങ്ങളിലൊക്കെ നീ ഖൈറായ പുരോഗതി നൽകണം റഹ്മാനെ. റഹമുറാഹിമായ റബ്ബേ, ഇനിയും ഒരുപാട് റമളാനെ സ്വീകരിക്കാനുള്ള ആയുസ് നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്ക് നീട്ടിത്തരണം അല്ലാ. ഞങ്ങളൊക്കെ വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ വരുന്നു, കൂട്ടമായി ഇബാദത്ത് ചെയ്യുന്നു, ദ്വാരക്കുന്നു. ഞങ്ങളെ വീടുകളിൽ പ്രതീക്ഷയോടെ കഴിയുന്ന ഞങ്ങളെ ഭാര്യമാരുണ്ട്, ഞങ്ങളെ ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, പെൺമക്കളും മരുമക്കളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വെള്ളിയാഴ്ചയുടെ പുണ്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. അവരിൽ നിന്നും അഴ്മാലുകളെ സ്വീകരിക്കണം അല്ലാ. ഓരോ വെള്ളിയാഴ്ചയും ഒരുപാട് മുഅ്മിനുകളുടെ പേരിൽ ഞങ്ങൾ മയ്യത്ത് നിസ്കരിക്കുന്നു. ഞങ്ങൾ മരണപ്പെട്ടാലും ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കാരങ്ങൾ ധാരാളം നടത്താനുള്ള ബന്ധങ്ങളെ നീ നിലനിർത്തണം അല്ലാ. അല്ലാഹുവേ, ഈ റമളാനും ഈ വെള്ളിയാഴ്ചയും ഖുർആനും ഒക്കെ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷിയാക്കണം അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.